നമസ്കാരം. ചൈനയ്ക്ക് വെല്ലുവിളിയാവുന്ന ഏത് നീക്കം ഇന്ത്യ നടത്തിയാലും രാജ്യത്തിനകത്തു നിന്ന് തന്നെ അസ്ഥിരത സൃഷ്ടിക്കുവാൻ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നടത്താൻ പോകുന്ന വിപുലമായ വികസനങ്ങൾ മനസ്സിലാക്കിയ ചൈന ഇന്ത്യയുടെ ഈ നീക്കം വലിയ വെല്ലുവിളിയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ചൈനയുടെ ആഭ്യന്തര ആവശ്യത്തിനുള്ള 80% ഓയിലും 65% വ്യാവസായിക ഉൽപ്പന്നങ്ങളും കടന്നു പോകുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ്. നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതും അതിന് തൊട്ടടുത്തു തന്നെ. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ മെയിൻലാൻഡിൽ നിന്നും ചൈന നീക്കം നടത്തിയാൽ, അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുവാനുള്ള നീക്കം നടത്തിയാൽ, ഈ ദ്വീപ സമൂഹത്തിൽ $9 ബില്യൺ ചിലവാക്കി ഇന്ത്യ പടുത്തുയർത്തുന്ന നേവൽ ബേസും കരസേനാ ബേസും ചൈനയുടെ കപ്പലുകളെ തടയുകയും അതുമൂലം ചൈനയിൽ ഇന്ധനക്ഷാമം വരുമെന്നും ചൈനയ്ക്ക് കൃത്യമായി അറിയാം. മലാക്ക കടലിടുക്കിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കപ്പൽ പാതയുള്ളത്. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മാൽദീവ്സ്, ജിബൂട്ടി തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പേൾ ഓഫ് സ്റ്റിംഗിലൂടെ ഇന്ത്യൻ സമുദ്രത്തിൽ സർവാധിപത്യം സ്ഥാപിക്കുവാൻ ചൈന നടത്തുന്ന പദ്ധതിക്ക് വലിയ തിരിച്ചടിയാണ് നിക്കോബാർ ഐലൻഡിലെ ഇന്ത്യയുടെ ഈ വികസന നീക്കം. ഇന്ത്യ പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗ്രീൻഫീൽഡ് നേവൽ ബേസ്, മിലിറ്ററി ബേസ്, പോർട്ട് എന്നിവയാണ്. ഇതിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ നിക്കോബാറിലെ ഈ തീരത്ത് അടുക്കുവാനും അതുമൂലം വലിയ ബിസിനസ് സാധ്യതകൾ തുറന്നു കിട്ടുമെന്നും തീർച്ചയാണ്. പ്രതിരോധപരമായും സാമ്പത്തികപരമായും വൻ മുന്നേറ്റമാണ് ഇന്ത്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സർവാധിപത്യം സ്ഥാപിക്കുവാനായി ചൈന നടത്തിവരുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രപരമായ പദ്ധതിക്ക് വൻ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഈ നീക്കം. നിക്കോബാർ ഐലൻഡിൽ ഇന്ത്യ നടത്തുന്ന പദ്ധതി ഉറക്കം കെടുത്തുന്നത് ചൈനയെയാണെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്നത് ഇന്ത്യയിലുള്ള ചൈനയുടെ രാഷ്ട്രീയ ചങ്ങാതിമാർക്കാണ്. പണ്ട് ചൈനയുമായി രഹസ്യ ചർച്ച നടത്തിയ രാഹുൽ ഗാന്ധി ഈ വിവരമറിഞ്ഞ് നിക്കോബാർ ദ്വീപുകളിൽ എത്തുകയും അവിടെ തനത് രീതികൾ നിലനിർത്തണമെന്ന് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് പരിസ്ഥിതി പ്രശ്നമാണ്, രാജ്യത്തോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം. സ്വന്തം രാജ്യം ശ്വാസം മുട്ടണമെന്ന് ആഗ്രഹമുള്ള ചൈനീസ് അമേരിക്കൻ കൂട്ടാളികൾ ഇന്ത്യ ഇത്തരം തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുമ്പോഴൊക്കെ ആഭ്യന്തര അസ്വസ്ഥത സൃഷ്ടിക്കുവാനുള്ള നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാറുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട CJP നടത്തിയ സമരവും പാർലമെന്റ് മാർച്ചും കലാപ കലുഷിതമായിരുന്നു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർത്തിയവർക്കെതിരെ കനത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടി വീണ്ടും ഉയർത്തുകയാണ്. മന്ത്രി ഈ കുറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാദം ന്യായമാണ്. പക്ഷേ ചോർത്തൽ അറിഞ്ഞ ശേഷം അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും അടുത്ത നീറ്റ് പരീക്ഷ കൃത്യമായി നടത്തുവാനും മുൻകൈയെടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് എന്താണ് പാർട്ടികൾക്ക് ഇത്ര നിർബന്ധം? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ നടത്തിയ പാർട്ടികളുടെ നീക്കം ലക്ഷ്യം കണ്ടില്ല. പുതിയ സംഘടനാ നിയമാവലി തീർത്തുകൊണ്ട് ശ്രദ്ധ പിടിച്ചു വയ്ക്കുവാൻ ശ്രമിച്ച പാർട്ടികൾ അതിലും പരാജയപ്പെടുകയായിരുന്നു. പിടിവള്ളിയായി കിട്ടിയ നീറ്റ് പരീക്ഷയിലാണ് ഇപ്പോൾ പാർട്ടികൾ തൂങ്ങിയിരിക്കുന്നത്. സമരത്തിൽ നേപ്പാൾ ആവർത്തിക്കുമെന്ന് കലാപകാരികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ബംഗ്ലാദേശും നേപ്പാളും ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പല രാഷ്ട്രീയത്തിലുമായി അധികാരമോഹവുമായി കഴിയുന്നുണ്ട്. ജനങ്ങൾ തിരസ്കരിച്ചവർ പിൻവാതിലിലൂടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നതും ചൈനയ്ക്കും അമേരിക്കയ്ക്കും വേണ്ടി വിടുപണി ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നതും അവർ എറിഞ്ഞു നൽകുന്ന അപ്പകഷ്ണങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ അധാർമിക പ്രക്ഷോഭത്തിലൂടെ പിൻവാതിലിലൂടെ കടന്നുവരാൻ കഷ്ടപ്പെടുന്നതിന്റെ തെളിവാണ് ഇത്തരം സമരങ്ങൾ.